ഹലോ, നമ്മളിന്ന് 4 മണി പലഹാരത്തിന് ചക്ക കൊണ്ട് കുമ്പിളപ്പമാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുമ്പിളപ്പം ഉണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു ഇല ആവശ്യമുണ്ട്. ആ ഇല തപ്പി ഇറങ്ങിയതാണ് ഞാനും അനിയത്തിയും കുഞ്ഞാറ്റയും കൂടി. ഞങ്ങൾക്ക് ഇലയൊന്നും കിട്ടിയില്ല. ഞങ്ങൾ പോയി പറിച്ചത് കറുവയുടെ ഇലയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കറുവയുടെ ഇല അല്ല വേണ്ടത്, നമുക്ക് എടന ഇല എന്ന് പറഞ്ഞൊരു ഇലയാണ് വേണ്ടത്. നമ്മുടെയൊക്കെ നാട്ടിലതിന് മധുരക്കാഞ്ഞിരം എന്നറിയപ്പെടും. അപ്പോൾ ആ മധുരക്കാഞ്ഞിരം ഉള്ളിടത്തേക്ക് ഞങ്ങൾ അച്ഛനെ പറഞ്ഞു വിട്ടു. അച്ഛൻ പോയി മധുരക്കാഞ്ഞിരം പറിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ എടനയില, അതാണ് നോർമൽ എല്ലാവരും പറയുന്നത് എടനയില എന്നാണ്. അപ്പോൾ നമ്മുടെ എടനയില എത്തിക്കഴിഞ്ഞു ഗൈസ്. ഞാനും ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. എടനയില കിട്ടി. അപ്പോൾ ഇതിലാണ് നമ്മൾ ചക്കയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ചക്കയപ്പം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ റവയാണ് എടുത്തിട്ടുള്ളത്. ഗോതമ്പ് പൊടി കൊണ്ടും അരിപ്പൊടി കൊണ്ടൊക്കെ ഉണ്ടാക്കാം. എനിക്കിഷ്ടം റവ ആയതുകൊണ്ട് ഞാൻ റവ എടുത്തു. ആദ്യം തന്നെ റവ നന്നായിട്ട് വറുത്തെടുക്കുക. വറുത്തെടുത്ത റവ ചൂടാറാൻ വേണ്ടി നമ്മൾ മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ചക്കയുടെ പണിയാണ്. ചക്കയുടെ കുരുവൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചു. അതിൻ്റെ ഇടയിൽ ഇടനയിലയും കൂടി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചൂടാറിയ റവയിലേക്ക് ഒരു മുറി തേങ്ങ ചിരണ്ടിയത് ഇട്ടിട്ടുണ്ട്. ഒരു മുറി തേങ്ങ ചിരണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കുക. അതിലേക്ക് കുറച്ച് ഒരു പിഞ്ച് ഉപ്പും പിന്നെ ഒരു 4-5 ഏലക്കയുടെ പൊടിയും ചേർത്തിട്ടുണ്ട്, ഏലക്കാപ്പൊടി. അതെല്ലാം നന്നായി യോജിപ്പിച്ച് മിക്സാക്കി വെച്ചു. അതിലേക്ക് ഇനി നമ്മൾ മധുരം ചേർക്കണം. മധുരത്തിനായിട്ട് ഞാനിവിടെ ശർക്കര പാനിയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ശർക്കര പാനി നേരത്തെ ആക്കി വെച്ചായിരുന്നു, പക്ഷേ എന്നാലും ശർക്കര പാനിയുടെ ചൂട് മാറിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ സ്പൂണിട്ടാണ് ഇളക്കുന്നത്. ശർക്കര പാനി ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുകയാണ്. അതിന് ശേഷമാണ് നമ്മൾ ചക്ക ആഡ് ചെയ്യാൻ പോകുന്നത്. ചക്ക നേരത്തെ കുരുവൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നന്നായിട്ട് ഉടച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചക്ക ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കണം. ഈ കൂഴച്ചക്ക ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് പണി ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് തന്നെ ഉടച്ചെടുക്കാനും പറ്റി. ആ ചക്ക ചേർത്തതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ ചേർത്താൽ മതി. ചിലർ ശർക്കരപ്പാനി ഒഴിക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടിപ്പോയാലും ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇലയിലേക്ക് ഇത് നിറച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. മാവെല്ലാം കൂടി ഇല കുമ്പിൾ പോലെ ആക്കിയിട്ട് അതിലേക്ക് നിറച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അപ്പച്ചട്ടിയിൽ വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം. 10 മിനിറ്റിന് ശേഷം എല്ലാം നമ്മൾ അതേപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചു. അതിനുശേഷം നമ്മൾ തുറന്ന് നോക്കുകയാണ്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഈ ഇല വേവുമ്പോൾ ഒരു നല്ല പ്രത്യേക ഒരു മണം വരുന്നുണ്ട് കേട്ടോ. ഏലക്കയുടെയും നല്ല ഒരു മണം. ഇത് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അതിൻ്റെ ഇത് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ളൂ നമ്മുടെ ഇന്നത്തെ 4 മണി പലഹാരം ചക്ക കുമ്പിളപ്പം റെഡിയായി ഗായ്സ്.